ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനത് ഒരു വിധത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ ജോലിക്ക് പോയിട്ട് പഠിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ വീട്ടിലിരുന്ന് പഠിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ CPOയും WCPO എഴുതുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ട് ഉള്ള ടൈം ടേബിൾ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചാനലിൽ കിടപ്പുണ്ട്, അതും പോയി കാണുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണ്. എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ പോലുള്ളത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് ചോദ്യങ്ങളുടെ വീഡിയോസ് ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവർ കാണുക. വീഡിയോസിന് നല്ല റെസ്പോൺസ് വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട്, തുടർന്നും ചെയ്യണം, നല്ല മോട്ടിവേഷൻ ആവുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ വീട്ടമ്മമാർക്ക്, അതായത് വീട്ടിലിരുന്ന് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള, മാരീഡ് ആയിട്ടുള്ളതും കുഞ്ഞുങ്ങളുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ടേബിളിലോട്ട് പോവാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് വീട്ടമ്മമാർക്ക് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ 10 മണിക്കാണ് കേട്ടോ ഞാൻ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് രാവിലെ 10 മണിക്കാണ് കേട്ടോ. 10 to 11 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡും മക്കളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സമാധാനമായിട്ട് ഇരുന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം രാവിലത്തെ ആ ഒരു തിരക്കൊക്കെ, വീട്ടമ്മമാരുടെ തിരക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ രാവിലെ ഒരു 10 to 11 ഫസ്റ്റത്തെ നിങ്ങളുടെ വരുന്നത്. അതായത് 10 to 11 എന്ന് പറയുന്നത് SCERT നോക്കുക. ഓക്കെ, SCERT ആണ് 10 to 11 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 11 to 12 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുക. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യത്തെ എടുക്കുക, ഒരു ടോപ്പിക് എടുത്ത് നല്ലോണം വായിച്ച് നോക്കുക. അത് നന്നായി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ആ ഒരു ടോപ്പിക്ക് മാക്സിമം എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അന്ന് തീർക്കണം കേട്ടോ. അന്ന് തീർത്തതിന് ശേഷം അടുത്തത് 12 to 1 എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. 12 to 1 എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. സെയിം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ടോപ്പിക് എടുക്കുക, അല്ലെങ്കിൽ ഒരു പോർഷൻ എടുക്കുക. ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ ഇത്രയും തീർക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പഠിക്കുക. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കൊരു മേജറായിട്ടുള്ള ഒരു പാർട്ട് തന്നെ നമുക്കതിൽ തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ 12 to 1 എന്ന് പറയുന്നത് എക്കണോമിക്സ് നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തത് ആഫ്റ്റർനൂണിലെയാണ് കേട്ടോ. ആഫ്റ്റർനൂണെന്ന് പറയുന്ന സമയത്ത് 1 മണിക്ക് നിങ്ങൾക്ക് ലഞ്ച് ബ്രേക്കാണ്. ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഹാഫ് ആൻ അവർ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതായത് 1:30 വരെ. ഓക്കെ, 1:30 മുതൽ 2:30 വരെ നിങ്ങൾ സുപ്രധാന നിയമങ്ങൾ നോക്കണം. ഓക്കെ, സുപ്രധാന നിയമങ്ങൾ നോക്കുക. ഇതിൽ ഞാൻ ജസ്റ്റ് ഈ ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടോപ്പിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പഠിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഉച്ചനേരത്തെ ഇങ്ങനെയുള്ള ടോപ്പിക്സ് കൊണ്ട് ഇട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, മനസ്സിലാവുന്നില്ല, ഉച്ച സമയമാണ്, ഈ ടോപ്പിക്സ് ഒന്നും മനസ്സിലാവില്ല എന്നുള്ളവർ ടോപ്പിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അതായത് ഇപ്പം ഞാൻ ഈ ഉച്ചയ്ക്ക് ഇട്ടിരിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ രാവിലത്തേക്ക് ആക്കുക, രാവിലെ ഇട്ടിരിക്കുന്ന ഉച്ചയ്ക്കേക്ക് ആക്കുക. ഞാൻ ജസ്റ്റ് ടൈം മാത്രമാണ് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് 2:30 to 3:30. 3:30 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കേരള ഭരണ സംവിധാനങ്ങൾ, അതായത് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളുമാണ് ഞാൻ 2:30 to 3:30 വരെ ഇട്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഇന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഉറക്കം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് പഠിക്കാം. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ടൈം വളരെ ലിമിറ്റഡ് ആണ്. ഹൗസ് വൈഫ്സ് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് വേണം ഇരുന്ന് പഠിക്കാൻ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ 2:30 to 3:30 എന്ന് പറയുന്നത് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും. 3:30 to 4:30 എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്സിൻ്റെ ടൈമാണ്. മാത്സ് എന്തായാലും ചെയ്ത് നോക്കേണ്ട ഒരു സമയമാണ് ഈ 3:30 to 4:30 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് ലാസ്റ്റ് അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നൈറ്റിലെ ടൈം ടേബിളാണ് കേട്ടോ. നൈറ്റിലെ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ 9-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താണ് ഇത്ര ബ്രേക്ക് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഇത് വീട്ടമ്മമാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ടൈം ടേബിൾ ആയതുകൊണ്ടും നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 9 മണി, 9 to 9:30 എന്ന് പറയുന്നത് മലയാളം നോക്കുക. മലയാളം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, നമ്മളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ടോപ്പിക്കുകളിലൊന്നുമാണ് മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 9 to 9:30 എന്ന് പറയുന്നത് മലയാളം നോക്കുക. 9:30 to 10 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് നോക്കുക. ഇംഗ്ലീഷിന് കുറച്ചുകൂടെ ടൈം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുക. കാരണം 9:30 to 10:30 വരെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിന് കൊടുക്കുക. ആഫ്റ്റർ 10
എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഓർമ്മ വേണം. 10th ലെവൽ എക്സാം എഴുതുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സിന് നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ദിവസത്തെ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ടാണ് കേട്ടോ ഞാൻ ടൈം ടേബിൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ആഫ്റ്റർ 10 എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് നോക്കുക. അത് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവിഷൻ അന്നത്തെ ദിവസം പഠിച്ചത് എന്താണോ അതിൻ്റെ റിവിഷൻ നിങ്ങൾ ചെയ്യുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ അന്നന്ന് ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ ആവാം. കാരണം ഇപ്പോൾ ജനുവരി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ വർഷം തൊട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ച് പഠിക്കുകയും കഴിഞ്ഞ വർഷങ്ങളിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ബുക്സ് നോക്കി വാങ്ങുകയും നിങ്ങൾക്ക് ചെയ്യാം. നല്ല നമ്മളുടെ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ഡേ 2, അതായത് നെക്സ്റ്റ് ഡേ ഉള്ള ടൈം ടേബിളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നതെന്നോ. നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ എന്താണ്, 10 to 11 ആസ് യൂഷ്വൽ നമ്മൾ അപ്പോഴേ പറഞ്ഞതുപോലെ തന്നെ കലാ കായികം, പിന്നെ അതിൽ കുറച്ച് ടോപ്പിക്സ് വരുന്നുണ്ടല്ലോ, സാഹിത്യം എന്ന് പറഞ്ഞിട്ട് എക്സെട്ര. അത് 10 to 11. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായി നോക്കുക കേട്ടോ. കാരണം കുത്തിയിരുന്ന് പഠിക്കുന്നതിനേക്കാളും നല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ 11 to 12 എന്ന് പറയുന്നത് സയൻസ് നോക്കുക. ഒരു ദിവസം കെമിസ്ട്രി ആണെങ്കിൽ മറ്റേ ദിവസം ഫിസിക്സും, അതിൻ്റെ പിറ്റേ ദിവസം ബയോളജിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ബയോളജി 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ 11 to 12 എന്ന് പറയുന്നത് സയൻസ് നോക്കുക. അത് കഴിഞ്ഞ് 12 to 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നോക്കുക. കമ്പ്യൂട്ടർ 3 മാർക്സിനാണ്. ഞാൻ പറഞ്ഞതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക, വിത്ത് റിലേറ്റഡ് ഫാക്ട്സും നോക്കുക. ഓക്കെ, അപ്പോൾ 12 to 1 എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. 10 to 11 കലാകായികം, 11 to 12 സയൻസ്, 12 to 1 കമ്പ്യൂട്ടർ. ഓക്കെ, ഇനി ആഫ്റ്റർനൂണിൽ നോക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ആഫ്റ്റർനൂണിൽ വന്നിട്ട് പറഞ്ഞതുപോലെ 1 വന്നിട്ട് ലഞ്ച് ബ്രേക്കാണ്. അതുപോലെ 1:30 to 2:30 എന്ന് പറയുന്നത് മാത്സ്, 2:30 to 3:30 എന്ന് പറയുന്നത് മലയാളം, 3:30 to 4:30 എന്ന് പറയുന്നത് മാത്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നമ്മുടെ നൈറ്റിൽ നോക്കാം. ക്ഷമിക്കണം, 3:30 to 4:30 എന്ന് പറയുന്നത് മാത്സ് അല്ല കേട്ടോ, കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് നോക്കുക, 3:30 to 4:30 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നൈറ്റിലെ ടൈം ടേബിളാണ്. നൈറ്റിലെന്ന് പറയുമ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞതുപോലെ തന്നെ 9 to 10 എന്ന് പറയുന്നത് ഹിസ്റ്ററി ജോഗ്രഫിയാണ്. ഹിസ്റ്ററി ജോഗ്രഫി നോക്കുക, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക. ഓക്കെ, ഇത് ഒരുപാട് ലോങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ കുത്തിയിരുന്ന് പഠിക്കാതിരിക്കുക. ഓക്കെ, അതായത് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക, ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. അതുപോലെ 10 to 10:30 എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ആഫ്റ്റർ 10:30 എന്ന് പറയുന്നത് റിവിഷനാണ്. ഓക്കെ, ഇംഗ്ലീഷിന് കുറച്ചുകൂടെ ടൈം കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഓക്കെ, റിവിഷൻ എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം എടുത്ത കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ടൈം ടേബിൾ ഇട്ടതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫെയർ, ഓക്കെ, അതായത് ഈ 4 ടോപ്പിക്ക് ഞാൻ ഡെയിലി ഇട്ടിട്ടുണ്ട്. ഡെയിലി എന്ന് പറയുമ്പോൾ 2 ദിവസവും ഞാനത് വരുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഓരോ ദിവസം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഈ 4 എണ്ണം എന്ന് പറയുന്നത് ഞാൻ 2 ദിവസം ഇട്ടിട്ടുണ്ട്. കാരണം എന്താണ്, ഈ വെറും 4 ടോപ്പിക്സിൽ നമുക്ക് വരുന്നത് 50 മാർക്കാണ് അല്ലേ. 100 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 50 മാർക്ക് നമുക്ക് ചോദിക്കുന്നത് ഈ ഒരു 4 ടോപ്പിക്സിലൂടെയാണ്. അപ്പോൾ മറ്റൊരു സബ്ജക്റ്റ് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, കറണ്ട് അഫെയർ ഈ 4 ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ മറ്റുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടെ ഈ 4 ടോപ്പിക്സിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം അത് വേണ്ട എന്നല്ല, പക്ഷെ എന്നാലും അതിന് കൊടുക്കുന്നതിനേക്കാളും ഒരു പടി ഇമ്പോർട്ടൻസ് മുന്നിട്ട് ഇതിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കഷ്ടമാണ്. കാരണം നമുക്കറിയാം ഹൗസ് വൈഫ്സ് ആണ്, അപ്പോൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യേണ്ട വരുന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നമ്മൾ സമയം കണ്ടെത്തി പഠിക്കുക തന്നെ വേണം. കാരണം ആവശ്യം നമ്മുടെയാണ് അല്ലേ, ആവശ്യം നമ്മുടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി നമ്മൾ പഠിക്കുക. കാരണം നല്ലൊരു നാളേക്കായി എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ, ഹസ്ബൻഡിനാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും. ഓക്കെ, അവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയെന്നും കൂടെ ആലോചിക്കുമ്പോൾ നമുക്ക് സമയമൊക്കെ താനേ തെളിഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പഠിക്കുക. ഇതാണ് ടൈം ടേബിൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാ സബ്ജക്റ്റും ആഡ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, താങ്ക്